ആശ്വാസവും പ്രോത്സാഹനവും ആത്മീയ ഉൾക്കാഴ്ചയും നൽകുന്ന ഒരു സന്ദേശം. ജീവിതയാത്രയിൽ പലപ്പോഴും വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. ഭാവി എന്തായിരിക്കുമെന്ന് ഉറപ്പില്ലാതാവുകയും ചെയ്തുവെന്ന് വരാം. എന്നാൽ മുൻപോട്ട് പോകുവാൻ ഉള്ള കരുത്തും ആത്മധൈര്യവും നൽകുന്ന ഒരു സത്യമുണ്ട്. 12 വർഷമായി രക്തസ്രാവം ബാധിച്ച സ്ത്രീയോട് യേശു ഇപ്രകാരം പറഞ്ഞു: മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന് രോഗസൗഖ്യവും നമ്മിൽ സമാധാനവും പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനവും നൽകുവാൻ കഴിയും. മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന മനസ്സ് മടുത്ത് ജീവിതം ഒരു കെണിയിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നുമ്പോൾ സമാധാനവും സ്വാതന്ത്ര്യവും നൽകുന്ന യേശു നിങ്ങളെ അറിയുന്നു എന്ന് ഓർക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വചനം ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് എന്ന് വീണ്ടും നമ്മെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സ്വന്തം ശക്തിയോ ബുദ്ധിയോ കഴിവുകളോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയും കരുതലുമാണ് എന്ന നമ്മൾ തിരിച്ചറിവാണ് നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത്. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിലും ദൈവം നമുക്ക് സമാധാനം നൽകുന്നു. നമ്മുടെ ഭയമകറ്റി ജീവിതത്തിൽ വരുന്ന എന്തും നേരിടുവാനുള്ള ആവശ്യമുള്ള ആത്മവിശ്വാസവും ധൈര്യവും ദൈവം നമുക്ക് നൽകുന്നു. നമ്മെ ബന്ദികളാക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. സന്തോഷവും സമാധാനവും സമൃദ്ധിയായ ജീവനും നൽകി നമ്മെ നയിക്കുവാനും നമ്മെ സഹായിക്കുവാനും ദൈവം പ്രാപ്തിയുള്ളവനാണ്. ദൈവിക പ്രവൃത്തികളിൽ പൂർണ്ണമായി സന്തോഷിക്കുക. ദൈവിക ശക്തിയിലും ദൈവിക കരുതലിലും നാം ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ പൂർണ്ണമായി നിറവേറ്റുമെന്നും ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ആ ധൈര്യം ദൈവം നൽകുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പ്രാപിക്കുന്നു. ഈ ദിവസം മുഴുവനും ഈ സത്യം നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിലും നമ്മുടെ ക്ഷേമത്തിനായുള്ള കരുതലിലും നമുക്ക് ആശ്രയിക്കാം. ഗോഡ് ബ്ലസ് യു.